ആപ്കി അദാലത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം പാർട്ടിയുടെ പണബലം കൊണ്ടാണ് ഇവർ രാഷ്ട്രീയം നടത്തുന്നത് എന്നുള്ളതാണ്. പീയൂഷ് സാർ ഇപ്പോ പ്രിയങ്ക ഗാന്ധി കർണാടകയിൽ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ രാജ്യത്ത് പല രീതിയിലുള്ള കള്ളന്മാരുണ്ട്. ചിലർ കടകളിൽ മോഷ്ടിക്കുന്നു, ചിലർ വീടുകളിൽ മോഷ്ടിക്കുന്നു. പക്ഷേ BJPയിലുള്ള നേതാക്കന്മാരെല്ലാം സർക്കാരിൽ നിന്ന് തന്നെ മോഷ്ടിക്കുകയാണെന്ന്. സാർ, എനിക്ക് അറിഞ്ഞതുവരെ ഇന്ത്യയില് കൊള്ളക്കാരുടെ അളവെടുത്ത് നോക്കിയാൽ വളരെ കുറവാണ്. സത്യസന്ധമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ അളവും കൂടുതലാണ്. ചിലപ്പോൾ അവര് തന്നെ അവരുടെ പാർട്ടിയിൽ വല്ലതും കൊള്ളയടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായിരിക്കും കാര്യമൊക്കെ. ആ അനുഭവം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ഒപ്പം പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ കർണാടകയിൽ ഞങ്ങളുടെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ BJP ഞങ്ങളുടെ MLA-മാരെ മോഷ്ടിച്ചെന്നു. ഇതൊക്കെ കക്കാനായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുവാണ്. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ ഇതുപോലത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ വെച്ചോണ്ടിരിക്കുവാണെങ്കിൽ കർണാടക ജനങ്ങൾ അവരുടെ നാട്ടിലുള്ള ഒരു MLA പോലും അവർ ഈ തെരഞ്ഞെടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമല്ലേ? മഹാരാഷ്ട്രയിൽ മാവികാസ് അഘാഡിയുടെ ഭരണം നടന്നു. നിങ്ങൾ 40 MLA-മാരെ മോഷ്ടിച്ചു. ഇല്ല, ഞങ്ങളൊന്നും കട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്നും ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷെ 54 MLAs-ല് 40ഓളം MLAs ഒരു കറപ്റ്റഡ് ലീഡർഷിപ്പിൽ നിന്ന് ഞങ്ങൾക്കൊരു മോക്ഷം വേണം. ഒരു ഫെയിൽഡ് ലീഡർഷിപ്പിൽ നിന്ന് ഞങ്ങൾക്കൊരു മോക്ഷം വേണമല്ലോ. ആ ഗവൺമെന്റിൽ നിന്നും അവർക്കൊരു മോക്ഷം വേണമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കുള്ള ശിവസേന 40 MLAs മാത്രമല്ലേ ഉള്ളത്? അല്ല, കുറച്ച് ആൾക്കാർ നമ്മൾ രണ്ടുപേരും നമുക്ക് രണ്ടുപേരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ അവിടെ തന്നെ ഇരുന്നു. അതൊക്കെ അവരുടെ ആഗ്രഹമാണ്. ഞങ്ങൾ ആരും കട്ടില്ല. എനിക്കറിഞ്ഞ അവിടെ മിച്ചമുള്ളവരെയൊക്കെ കാശ് കൊടുത്താണ് അവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നത്. മോഷ്ടിച്ചിട്ടില്ല, പക്ഷേ 50 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ചു. ഇതിപ്പോ ഞാൻ എന്ത് പറയാൻ? അല്ല, അവര് പറയുന്നത് 50 കാ കൊടുത്തെന്ന്. നിങ്ങൾ പറയുന്നത് കൂട്ടി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. അതൊക്കെ ഞാൻ ഈ ആപ്നി അദാലത്തിലാണ് കേൾക്കുന്നത് തന്നെ. ചിലപ്പോൾ ഒരു പക്ഷേ മഹാവികാസ് അഘാഡിയുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇത് ചിലപ്പോൾ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. അവർക്കാണല്ലോ ഈ വലിയ വലിയ ഡീൽസൊക്കെ കുറച്ച് എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ 50 കായെന്ന് നിങ്ങൾ പറഞ്ഞത് 50 കോടിയാണോ 50 കായാണോ? 50 കായെന്ന് വെച്ചാൽ 50 കോടിയെന്നർത്ഥം. എനിക്കറിഞ്ഞതുവരെ നിങ്ങൾ പറയുമ്പോൾ 3 കോടി ജനങ്ങളുടെ വീട്ടിലോട്ടാണ് കറണ്ട് പോയിരിക്കുന്നത്. സത്യമാണോ ഇല്ലയോ? 11.5 കോടി ജനങ്ങളുടെ വീട്ടിലോട്ട് കുക്കിംഗ് ഗ്യാസ് ഇപ്പൊ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. സാർ, ഈ കോടികളാണ് എന്റെ കണ്ണി കാണുന്നത്. ആരാരാണോ ഈ കുറ്റങ്ങളൊക്കെ പറയുന്നത്, ഈ കോടികളൊക്കെ എവിടുന്നാ വരുന്നതെന്ന് നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ പോയി ഒന്ന് ചോദിക്കണം. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നതുകൊണ്ട് ഒരു ഫലവും ഇല്ല സാർ. എല്ലാ MLA-മാരും ഫ്രീ ആയിട്ട് ഗുവാഹത്തിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലല്ലോ. ഫ്രീ ആയിട്ട് ശിവസേന വിട്ടിട്ട് ഷിൻഡേജിയുടെ അടുത്തോട്ട് പോകാനുള്ള സാധ്യതയില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കാണും. അത് നോക്കൂ സാർ, ഒരാൾക്ക് പിന്നെ ഈ അധികം വേദന വരുന്നുണ്ടെങ്കിൽ എന്താ നടന്നിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ഹേമന്ത് വിശ്വ ശർമ്മ സാർ, അസാമിലൊരു വലിയ ആളാണ് അദ്ദേഹം. ഒരാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള തലവനെ പല വർഷങ്ങളായിട്ട് കാണണമെന്ന് കാത്തിരിക്കുകയാണ്. എപ്പോഴാ കാണുന്നതെന്നുള്ള കാര്യം അറിയാണ്ട്. അതിനുശേഷം ഒരു ദിവസം അതിശയമായിട്ട് ഇത് ഒരു ദിവസം നടക്കുന്നു. അദ്ദേഹത്തിന്റെ തലവന്റെ വീട്ടിലോട്ട് പോയി അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു ചാൻസ് കിട്ടുന്നു. അന്ന് അവരുടെയൊക്കെ തലവൻ അവരുടെ വീട്ടിലുള്ള പട്ടിക്കുഞ്ഞിന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ രാഷ്ട്രത്തിലുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ നാണം കെടുത്തുന്നത്. അതൊക്കെ താങ്ങി എടുത്തോണ്ട് പോകാനായിട്ട് ആരും ഇങ്ങോട്ട് രാഷ്ട്രത്തിൽ വന്നിട്ടില്ല സാർ. അതിന്റെ ഒപ്പം ഭാരതീയ ജനതാ പാർട്ടി വർക്കേഴ്സിനായിട്ടുള്ള പാർട്ടിയാണ്. എല്ലാവർക്കും റെസ്പെക്ട് നല്ല രീതിക്ക് കൊടുക്കും. ഇന്ന് ഹേമന്ത് വിശ്വ ശർമ്മ സാറിനെ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കണം. നിങ്ങൾ ഗോവാട്ടിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലോട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന് എങ്ങനെയാണ് റെസ്പെക്ട് കിട്ടുന്നതെന്ന് ചോദിക്കണം. അദ്ദേഹത്തിന്റെ കഴിവിന് അദ്ദേഹത്തിന് ഏറ്റതുപോലെ ജനങ്ങൾക്ക് സേവ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടി. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ BJP അജിത് പവാറിന് മര്യാദ കൊടുക്കാൻ പോവുകയാണെന്ന്. അദ്ദേഹം വരും, അതുപോലെ NCPയും കൂട്ടിയിട്ട് വരുമെന്ന്. ഇത് വളരെ അടിപൊളിയായൊരു പാർട്ടിയാ. ഞങ്ങള് അവരുടെ തലവൻ പറയുവാണ് റിസൈൻ ചെയ്യാൻ പോവാണ്, റിട്ടയർഡ് ആവാൻ പോവാണെന്ന്. പിന്നെ അതിനുശേഷം അങ്ങോട്ട് കുറച്ച് ഡ്രാമ കളിക്കുവാണ്. പിന്നെ അതിനുശേഷം നോക്കുവാണെങ്കിൽ ആ കൺസൾട്ടേഷൻ എല്ലാം തീരുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എതിർത്ത് നിൽക്കുകയാണ്. അതിനുള്ള ഉത്തരം ഇന്ത്യയിലുള്ള ജനങ്ങൾ തന്നെ കൊടുത്തോളും. ഞങ്ങളുടെ ഒപ്പം ആരാ വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഞാൻ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അല്ല, ഞാൻ എല്ലാവരൊക്കെ തനിച്ച് തന്നെ ഞങ്ങളൊപ്പം വന്ന് ചേർന്നേക്കോ, ഒരു മാറ്റവും ഇല്ല. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഷിൻഡെയോടൊപ്പം BJP ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അജിത് പവാർ ഇങ്ങോട്ട് വരാൻ സാധ്യത. ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്യാം. അതായത് ഏക്നാഥ് ഷിൻഡേജി ഈ മഹാരാഷ്ട്രയിലെ CM ആണ്.
ശിവസേനയുടെ തലവനുമാണ്. ശിവസേന പാർട്ടിയും BJP പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് നല്ല ബലത്തോടെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ വന്ന് നോക്കൂ, മഹാരാഷ്ട്രയിൽ എങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. നിങ്ങൾ ഓരോ ദിവസവും നോക്കണം. മെട്രോ ലൈൻ വർക്ക് പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ് ഹാർബറിലെ ലിങ്ക് പണികളും നടക്കുന്നുണ്ട്. നാഗ്പൂർ ടു മുംബൈക്ക് കണക്ട് ചെയ്യുന്ന എക്സ്പ്രസ് വേയുടെ പണി സൂപ്പർ എക്സ്പ്രസ് സ്പീഡിലാണ് പോകുന്നത്. ഹോളി പ്ലേസസ്, പിൽഗ്രിമേജിലൊക്കെ നല്ലപോലെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ഓരോ ഗ്രാമങ്ങളിൽ പോലും മഹാരാഷ്ട്ര മുഴുവനും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു നല്ല ചിന്തയോടെ ഷിൻഡേജിയും ദേവേന്ദ്ര ഫഡ്നവിസും ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഷോറായിട്ട് പറയുക, ഷിൻഡേജി ആൻഡ് ഫഡ്നവിസ് ജി ചേർന്ന് ശിവസേന ഭരണത്തിനോടൊപ്പം ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കും. വളരെ ബലമുള്ള ഒരു രാഷ്ട്രീയമായിരിക്കും അത്. നമ്മുടെ ഈ പ്രധാനമന്ത്രി മോദിജിയുടെ വഴിയിൽ അദ്ദേഹത്തിന്റെ തലമേൽ തന്നെ മഹാരാഷ്ട്ര ഗവൺമെന്റ് നടക്കും. അടുത്ത ഇലക്ഷനിലും ജയിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങൾ എല്ലാവരും സ്വീപ്പ് ചെയ്ത് കളയും. മഹാവികാസ് അഘാഡിയുടെ മേത്ത് ആർക്കും തന്നെ ഒരു വിശ്വാസവും ഇല്ല. രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാൽ BJP എന്തുകൊണ്ട് ഈ ഇലക്ഷനിൽ ജയിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ പണമുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ പണം കൈവശമുണ്ട്. ഇതാ നോക്കൂ സർ, രാഹുൽ ഗാന്ധി സാറ്, അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല പേഴ്സണലി, ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാതെ, ഒരുപക്ഷെ നിങ്ങളോ ഇല്ലെങ്കിൽ ജഡ്ജ് സാറോ അദ്ദേഹത്തിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആകെ ഒരേ ഒരു അഡ്വൈസ് കൊടുക്കും എനിക്ക് പകരം. ഇന്ത്യയിലെ ജനങ്ങളെ നാണം കെടുത്തുന്ന ആദ്യം ദൈവം നിർത്താൻ പറയണം. അദ്ദേഹത്തിന്റെ MLAസിനെ തന്നെയാണ് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള CMനെ സഹിതമാണ് അദ്ദേഹം പിന്നെയും നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടാവും തോന്നുന്നു. കോൺഗ്രസിന്റെ ഭരണത്തില് എന്തോ ഒരു CMനെയാണ് അവർ നാണം കെടുത്തിയെന്ന് നിങ്ങൾക്കറിയാവല്ലോ. എന്തോ ഒരു CMനെയാണ് ഓവർ നൈറ്റ് അങ്ങനെ തന്നെ എടുത്തു കളഞ്ഞത്. എന്തോ ഒരു CMന്റെ ഭരണമാണ് അവർ നശിപ്പിച്ചത്. ഇതാണ് കോൺഗ്രസ് പണിയെടുക്കുന്ന വഴി. അവരുടെ പാർട്ടിയെ നശിപ്പിച്ചത് നാണം കെടുത്തിയത് അവരുടെ വഴിയാന്ന് നമുക്ക് വെച്ചേക്കാം. അവരായി അവരുടെ പാർട്ടിയായി നമുക്ക് വിടാൻ പറ്റും. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും നാണം കെടുത്തരുത്. പക്ഷേ എലക്ഷൻ ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസം വെച്ച് മാത്രമാണ് ജയിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് മോദിജിക്ക് ഇന്ത്യ ജനങ്ങളുടെ 303 സീറ്റ്സ് ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടപ്പാടിന് വേണ്ടി ജനങ്ങൾ 2 പ്രാവശ്യം ഞങ്ങൾക്ക് ഈ നല്ല ഭരണത്തിനെ ജനങ്ങൾ തന്നിട്ടുണ്ട്. മോദിജിയുടെ മേത്തുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ടാണ് ജനങ്ങൾ ഇത് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ജനങ്ങളെ നാണം കെടുത്തുന്നത് രാഹുൽ ഗാന്ധിജി ആദ്യം നിർത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഈ ചോദ്യം എന്തുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം BJPയുടെ പക്കൽ ഒരു ഫണ്ടും ഇല്ലായിരുന്നു. അതായത് പീയൂഷ് ഗോയൽ ട്രഷറർ ആവുന്നതിന് മുൻപ് അദ്ദേഹം തന്റെ വലിയ വലിയ കണക്ഷൻസ്, അതായത് ഇൻഡസ്ട്രിയൽ കണക്ഷൻസ് എല്ലാം യൂസ് ചെയ്ത് അതിനുശേഷം BJPക്ക് വലിയ വലിയ ഫണ്ട്സ് എല്ലാം കിട്ടിയതായിട്ടാണ് അറിഞ്ഞത്. ഇപ്പോൾ BJPക്ക് ഇലക്ഷനിൽ കാശ് ചിലവാക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല. അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വരുന്ന പണമൊക്കെ എല്ലാം കറക്റ്റായിട്ട് വരുന്ന വഴിയിലുള്ള പണമാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള പൈസയൊക്കെ വന്നാൽ അത് നേരെ അക്കൗണ്ടിലോട്ടാണ് പോയി ചേരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയിൽ ആരെങ്കിലും ഡൊണേഷൻ ചെയ്യുവാണെങ്കിൽ ആരെങ്കിലും അവരെ പോയി പേടിപ്പിച്ചോ ഭീഷണിപ്പെടുത്തോ അല്ല ഡൊണേഷൻ മേടിച്ചെടുക്കുന്നത്. അവർ ഔട്ട് ഓഫ് നാടിനൊരു നല്ലത് നടക്കണമെന്നുള്ള ഒരു ഫീലിംഗ് മനസ്സിൽ വെച്ചോണ്ട് നാടിന് നല്ല ഭരണം ഉണ്ടാവണമെന്നുള്ള ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് അവർ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നേരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിലോട്ടാണ് പോയി വീഴുന്നതും. ആ പൈസയാണ് ഞങ്ങൾ എല്ലാത്തിനും ഉപയോഗപ്പെടുത്തുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇപ്പൊ ഇതിനൊക്കെ ഈ പാർട്ടീസ് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇവരുടെ പാർട്ടിക്ക് ഫണ്ട് കളക്ഷൻ ആവുന്നുണ്ടല്ലോ, ആ പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അവരവരുടെ പോക്കറ്റിലോട്ട് പോകുന്നോ അതോ പാർട്ടിയുടെ ഫണ്ടിലോട്ട് പോകുന്നോ? ഒരുപക്ഷെ പാർട്ടിയുടെ ഫണ്ടിലോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ ചെക്കിൽ തന്നെ അവരെന്താ നേരടിയായിട്ട് മേടിക്കാത്തേ? ബാങ്ക് മൂലം എന്തിനാ പാർട്ടിയുടെ ഫണ്ടൊക്കെ ഇട്ട് മേടിക്കാൻ നോക്കുന്നേ? ഈ ചോദ്യത്തിനൊക്കെ ഈ പാർട്ടീസ് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് വെച്ചാൽ BJP ഉണ്ടാക്കുന്ന പോളിസി എല്ലാം 3-4 ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്ന്. അതുകൊണ്ടാണ് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയുവാണ്, അത് ഈ ആപ്കി അദാലത്തിലാണ് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഈ നാട്ടിൽ ഭരണത്തിലുള്ള ഏതൊരു ഇൻഡസ്ട്രീസും ഈ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിയുടെ ഭരണം കൊണ്ട് മാത്രം അവർക്ക് നല്ല ഫേവർ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ന്യൂ പ്രോസസ്സ് പോലും ഇല്ലാണ്ട് അവർക്ക് കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ചാൻസ് കിട്ടിയതുപോലെ അല്ലാണ്ട് നിങ്ങൾക്കും കിട്ടിയതുപോലെ ഇതുപോലെ ഒരു ഇൻസിഡൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദാനിക്ക് എയർപോർട്ട്സ് കൊടുത്തു, പോർട്ട്സ് കൊടുത്തു, മൈനിങ് എല്ലാം കൊടുത്തു, ഗ്യാസ് കൊടുത്തു, പവർ കൊടുത്തു, എല്ലാം അദാനിക്ക് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പോഴാണ് അവർക്ക് ഇത് കിട്ടിയത്. അതിനുള്ള ഉത്തരം അവരാണ് പറയേണ്ടതും. പോർട്ട് എങ്ങനെയാ അദാനിജിയുടെ കയ്യിലോട്ട് പോയെന്ന് അദ്ദേഹമല്ലേ പറയേണ്ടത്. രാജസ്ഥാനിൽ വലിയൊരു സോളാർ പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത് ആരാ അടുത്തടുത്തൊക്കെ ഇരുന്നോണ്ടിരുന്നത്?
രാജസ്ഥാന്റെ CMO അവരൊക്കെ അടുത്തിരുന്ന് എന്താ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന്, അതായത് എന്താ സംസാരിച്ചെന്നുള്ളത് ഓപ്പണായിട്ട് പറയൂ. കാരണം ഞങ്ങൾ അതുപോലെ ഒരു ലാൻഡ് അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതോ നിങ്ങളുടെ ലാൻഡ് എടുത്തോ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു. ഓരോ കാര്യവും ഒരു ട്രാൻസ്പെറന്റ് പ്രോസസ് ഡിവൻ. ഞങ്ങളുടെ ഗവൺമെന്റ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ആരും ഇതുവരെ ഒരു കുറ്റവും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ബെറ്റിംഗ് പ്രോസസ്സ് മൂലം അവർക്ക് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോസസ്സ് കൊടുക്കേണ്ട അവസ്ഥയായി. അതും ബിഡോട്ടായി. ഒരുപാട് കമ്പനീസ് ബിറ്റ് ചെയ്തു. ഒരു പക്ഷേ അവരുടെ ബിറ്റ് ആരുടെ ബിറ്റാണോ നന്മയ്ക്കായിട്ടിരുന്ന അവരുടെ ബിറ്റല്ലേ ഉറപ്പായിട്ട് ജയിക്കാൻ പോകുന്നത്. അതാണ് സത്യവും. ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ബിറ്റിൽ വേറെ ആരെങ്കിലും ജയിച്ചാൽ അത് അവർക്കേ കിട്ടത്തുള്ളൂ. സോ ഇങ്ങനെ ഒരു ബിറ്റിംഗ് പ്രോസസ്സിൽ എല്ലാവരും ശരിക്കും ട്രൈ ചെയ്യുമല്ലോ. അടുത്ത പ്രാവശ്യം രജിത് സാർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പക്ഷേ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ അദാനിയുടെ മേൽ പല കുറ്റങ്ങളും അവർ ആരോപിക്കുന്നുണ്ട്. താങ്കളാണെങ്കിൽ ബാങ്കിങ്, ഫൈനാൻസ് ഫീൽഡിലൊക്കെ എക്സ്പേർട്ടാണ്. അതൊരു വലിയ കുറ്റം തന്നെയാണെന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. ആരെയാണോ കുറ്റം പറഞ്ഞത് അവരെ തന്നെ. അവരുടെ മേത്ത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അതിനായിട്ടൊരു കമ്മിറ്റി ഉണ്ട്. അവരെന്താ കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. പക്ഷേ അതായത് ആരെങ്കിലും ഒരാൾ വന്ന്, ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ അങ്ങനെ വന്ന് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ ഒരുപക്ഷെ ഒടിക്കണമെന്ന് വിചാരിച്ചു വരുവാണെങ്കിൽ ഇത് ശരിക്കും വലിയൊരു പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ ഇന്ത്യയില് എക്കണോമി സംബന്ധപ്പെട്ട എല്ലാവരും ഉറപ്പായിട്ട് ഇതിന് സംസാരിച്ചേ പറ്റൂ. ശരത് പവാർ അത് തന്നെയാണ് പറഞ്ഞത്. അതായത് താങ്കൾക്ക് ഫേവറേറ്റ് ഉള്ള റിപ്പോർട്ടാണ്. അവരങ്ങനെ എന്ത് പറഞ്ഞാലും അതാണ് സത്യം. ഉള്ള സത്യമല്ലേ എല്ലാവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ.